അടുത്തിടെ ജയശങ്കർ ഇതിൻ്റെ ഈ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന സമയത്ത് ആണ് എന്ന് കോടതി തീരുമാനിക്കുന്ന സമയത്ത് കോടതിയിൽ ചില വികാരഭരിതമായ രംഗങ്ങളുണ്ടായി. പട്ടാളത്തിൽ പോകാനായിരുന്നു ആഗ്രഹം, ജീവിതം തുലഞ്ഞു എന്ന് പറഞ്ഞ് ഗദ്ഗത കണ്ടനാകുന്ന ഒരു പ്രതിയെ കണ്ടു. ഇത് മടുത്തു, ഒരു മരണശിക്ഷ വിധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന 15-ാം പ്രതിയെ കണ്ടു. ഇവർക്കൊക്കെ ഈ മുദ്രാവാക്യം വിളികൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഒരു ആശ്വാസമോ സന്തോഷമോ ഊർജമോ ഒക്കെ ഉണ്ടാകുമോ? ജീവിതം തൊലഞ്ഞു എന്നുള്ളതല്ലേ ആത്യന്തികമായുള്ള സത്യം? അതാണ് ഇതിലൊരു വ്യത്യാസം. ഈ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പ്രതികളല്ലാത്തൊരു കാലമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാർ തന്നെ, അത് BJP-ക്കാരും അത് തന്നെയാണ് ചെയ്തിരുന്നത്, മാർക്സിസ്റ്റുകാരും ചെയ്തിരുന്നത് ഇത് തന്നെ. പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി കൊല ചെയ്യാനായിട്ട് ചില ആളുകളുണ്ട്. അവർ കൊലപാതകം നടത്തും. അതിൻ്റെ പുറകെ പാർട്ടി ഓഫീസിൽ നിന്ന് കുറച്ച് പ്രതികളുടെ പേര് പോലീസിലേക്ക് കൊടുക്കും. അവരെ മാത്രം പ്രതികളാക്കും. മിക്കവാറും ഈ സംഭവം കണ്ടവരുണ്ടാവില്ല, കണ്ടവർ തന്നെ ധൈര്യപ്പെട്ട് മൊഴി കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെ പല സൗകര്യങ്ങളും ഇവർക്കുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതികളല്ലാത്ത ആളുകൾ പ്രതിക്കൂട്ടി കയറി നിൽക്കുമ്പോൾ സാക്ഷികളായിട്ട് വരുന്ന ആളുകൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യില്ല, ഇവരല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും അങ്ങനെ പ്രതികൾ രക്ഷപ്പെട്ടു പോയി. പോലീസുകാർക്കും ഇതായിരുന്നു സൗകര്യം. ആ സംവിധാനത്തിനൊരു മാറ്റം വരുത്തിയത് സത്യം പറഞ്ഞാൽ TP കേസിൻ്റെ വിചാരണ സമയത്താണ്. യഥാർത്ഥ പ്രതികളെ തന്നെ അറസ്റ്റ് ചെയ്യണം. അവരെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കണ്ടെത്തണം. അവരെ മാത്രമേ പ്രതിക്കൂട്ടിൽ കയറ്റാവൂ എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം നൽകി. അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ടതായിട്ട് വന്നു. വളരെ ബുദ്ധിമുട്ടി മുടക്കോഴി മലയിലൊക്കെ പോയിട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണ് അവർ വിചാരണ നേരിട്ട് അവരെ ശിക്ഷിച്ചു, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ അല്ലാത്തൊരു കാലത്ത് ഈ വാടക പ്രതികൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഈ ജയകൃഷ്ണ കൊന്ന കേസിൽ പോലും തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. വിചാരണയ്ക്ക് 7 പ്രതികളാണ് ആദ്യം ഉണ്ടായിരുന്നത്. 7 പ്രതികളിൽ ഒരു പ്രതിയെ അയാളുടെ വധശിക്ഷ RSSകാരന് നടപ്പാക്കി. ബാക്കി 6 പേരാണ് വിചാരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ ചന്ദ്രദാസിൻ്റെ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കേസിൻ്റെ പോക്കെക്കോടാണ് പോകുന്നതെന്നുള്ളത് പ്രതികൾക്ക് മനസ്സിലായി. കുറ്റം തെളിഞ്ഞാൽ കയറിൽ കുറഞ്ഞ ഒരു ശിക്ഷ കിട്ടുകയില്ല എന്ന് ബോധ്യമായ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ 6 പ്രതികളിൽ ഒരാൾ തീവണ്ടിക്ക് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുക. കാരണം അവർക്ക് സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ജയിലിൽ പോകാൻ തയ്യാറില്ല. അതിനൊരു ന്യായമുണ്ട്. ഇതങ്ങനെയല്ല. പാർട്ടിക്ക് വേണ്ടി കുറ്റം ഏറ്റ ആളുകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. എല്ലാവരും അല്ല, അതിൽ ചിലരെങ്കിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പലരും പാർട്ടിക്കാരുടെ വാക്ക് വിശ്വസിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചാടി പുറപ്പെടും. യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടവർ തന്നെ അവിടെ നിന്ന് ഗൂഢാലോചനയ്ക്കോ അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾക്ക് സഹായം ചെയ്തവരൊക്കെ ഉണ്ടോ. ഇവരൊക്കെ പ്രതികളായി കഴിയുമ്പോൾ കോടതിയിൽ കയറി ഇറങ്ങി നടന്ന് അവരുടെ ജീവിതം ഒരു പരുവത്തിലായി പോകും. അവർ ന്യായമായിട്ട് സത്യസന്ധമായ എന്തെങ്കിലും ജോലിക്കോ മറ്റെന്തെങ്കിലും തൊഴിലിലോ പോകാൻ താല്പര്യപ്പെട്ടവരെ. മാത്രമല്ല, ഈ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ കേസിലെ പ്രതികൾക്ക് വളരെ കാലം ജാമ്യം കിട്ടിയില്ല. സാധാരണ ഇങ്ങനെ പതിവില്ല. വിചാരണ തടവുകാരായിട്ട് ഇവർ വളരെയധികം കാലം ജയിലിൽ കഴിയേണ്ടതായിട്ട് പോകുന്നു. കാരണം CBI കൃത്യമായിട്ട് അന്വേഷിക്കും, ഇവരെ പൂട്ടുന്ന രീതിയിലുള്ള തെളിവ് കൊടുക്കും. അതുകൊണ്ട് കോടതി മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രതികളെയൊക്കെ തുറന്നു വിട്ടാൽ അത് പൊതുസമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. ഇവർ പരോളിലിറക്കിയിട്ട് അല്ലെങ്കിൽ ജാമ്യത്തിലിറക്കിയിട്ട് എന്തൊക്കെ കൊലപാതകം നടത്തുന്ന ആർക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടിയില്ല. പൊതു മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നു. അങ്ങനെ ഇവരുടെ ജീവിതം മൊത്തത്തിൽ മുരടിച്ചു പോയി. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമാണ്. കാരണം വെച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചു, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി കൊലപാതകം ചെയ്തു, നിങ്ങളെ കോടതി ശിക്ഷിച്ചു, എന്നാലും നിങ്ങളുടെ കുടുംബത്തെ ചെലവ് നടത്തുന്നത് ഞങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടി ഇനിയും കേസ് നടത്തേണ്ടത് ഞങ്ങളാണ്. പാർട്ടിക്ക് രാഷ്ട്രീയ പിന്തുണ പിൻവലിക്കാമല്ലോ. പാർട്ടിയുടെ താല്പര്യത്തിനെതിരായ രീതിയിൽ കോടതിക്കകത്ത് വികാരപ്രകടനം നടത്തിയ ആളാണ്. തനിക്കിനി മേലിൽ പാർട്ടിയുടെ പിന്തുണയില്ല, പാർട്ടി തനിക്ക് വേണ്ടി വക്കീലിനെ വയ്ക്കുകയില്ല, അല്ലെങ്കിൽ ആ വക്കീലിനെ വെച്ചാൽ അയാളുടെ ഫീസ് പാർട്ടി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവരിൽ പാർട്ടിക്ക് ഒരു വിശ്വാസം ഉണ്ടാവും, പാർട്ടിയിൽ ഇവർക്കൊരു വിശ്വാസം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതികളുടെയൊക്കെ വീട്ടിൽ മുതിർന്ന നേതാക്കൾ സന്ദർശിക്കും. ഒന്നും പേടിക്കേണ്ട, പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ പാർട്ടി പാവങ്ങളുടെ പാർട്ടിയാണ്, രക്തസാക്ഷികളുടെ പാർട്ടിയാണ്, ഇതുപോലെയുള്ള കൊലപാതകം നടത്തുന്ന പ്രതികളുടെ പാർട്ടിയാണ് എന്നൊരു ഉറപ്പ് നൽകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ നേതാക്കന്മാരൊക്കെ വീട്ടിൽ പോയത്. കാരണം ആ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് യാതൊരു ഛേദവും ഉണ്ടാകുന്നില്ല. അവർ നേതാക്കന്മാരായിട്ട് തുടരുന്നു. അവർ എയർ കണ്ടീഷൻ ചെയ്ത കാറിൽ നടന്നിട്ട് വിപ്ലവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ, ഞാൻ പറഞ്ഞത് കൊല്ലപ്പെട്ടവരെ കുറിച്ച് മാത്രമല്ല, കൊല ചെയ്തവരെക്കുറിച്ചാണ്. കൊല ചെയ്തവർ അവരെന്തിനുവേണ്ടി കൊല ചെയ്തേ? അവർക്ക് ഈ കൃപേഷിനോട് ശരത്ലാലിനോട് വല്ല വിരോധമുണ്ടോ? ഇല്ല. പാർട്ടിയിലെ ഒരു നേതാവ് അല്ലെങ്കിൽ വേറെ നേതാവ് പറയണം അവരെ പോയി കൊല്ലുക എന്ന് പറഞ്ഞു, പോയി കൊന്നു. അത്രേ ഉള്ളൂ. ഈ റജി ലൂക്കോസ് എന്താ ഇതിന് ന്യായീകരിക്കാത്ത?
ന്യായീകരിക്കാത്ത അദ്ദേഹം കോട്ടയക്കാരനായതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഞങ്ങളൊക്കെ എത്ര സമാധാനപരമായിട്ട് ജീവിക്കണം. ഇവിടെ മാർക്സിസ്റ്റുകാരും ഉണ്ട്, RSSകാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, ലീഗുകാരും ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയം അതിനപ്പുറത്ത് താല്പര്യം. CPMകാർ, കോൺഗ്രസ്സുകാർ, BJPക്കാർ, ലീഗുകാർ ആരെങ്കിലും കൊല്ലാൻ പോകുന്നുണ്ടോ? കൊല്ലാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊന്നിട്ടൊന്നും ഈ രാജ്യത്ത് സോഷ്യലിസമോ തൊഴിലാളി വർഗ സർവാധിപത്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് എറണാകുളം ജില്ലക്കാർക്കറിയാം. ഇവിടെ അങ്ങനത്തെ പരിപാടി നടക്കില്ല. കോട്ടയം ജില്ലയിൽ നടക്കില്ല, ഒരു ജില്ലയിൽ നടക്കില്ല. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതല്ലാതെ സാധാരണഗതിയിൽ ചെയ്യില്ല. ഇത് ഈ കുടിപ്പകയായിട്ട് കൊണ്ടു നടക്കുന്ന ചില ആളുകളുണ്ട്. ഈ ജയരാജനൊക്കെ അതിൽപ്പെട്ട ആൾക്കാർ. ഇയാൾ ഈ ബ്രാം സ്റ്റോക്കറുടെ പ്രസിദ്ധമായ ഡ്രാക്കുളയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു നീച കഥാപാത്രമായിട്ട് എനിക്ക് തോന്നില്ല. രക്തദാഹിയായ ഒരു നേതാവ്, കൊലപാതകം ചെയ്യാൻ ഒരു അറപ്പുമില്ലാത്ത, എത്ര ആളെ കൊന്നു എന്നുള്ളത് ഒരു വലിയ കേമത്തമായിട്ട് കരുതുന്ന ഒരാളാണ് ഈ ജയരാജൻ. അയാളുടെ മോദക്ക് നോക്കിയിരുന്നു. സത്യത്തിൽ ഈ എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഞാൻ ഇടപെടുന്നതിലുണ്ട്, ക്ഷമിക്കുകയും വേണം.